കാശ്മീരിലെ നൌഗാമിൽ നിന്ന് PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അടുത്തിടെ നടന്ന ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖ്യ ആദ്യമുണ്ടായിരുന്നത് ഈ നൌഗാമിലാണ്. നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യത്തെ FIR ഇടുന്നത്. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പേരിലുള്ള ഒരു പോസ്റ്റർ ഇറങ്ങുന്നത് ഈ നൌഗാമിലാണ്. നൌഗാമിൽ നമ്മുടെ PR സുനിൽ എത്തിയിട്ടുണ്ട്. PR സുനിൽ, ഗുഡ് മോർണിംഗ് PR സുനിൽ. ഈ നൌഗാമിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആദ്യമത് ഭീകരാക്രമണമല്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ PAFFന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായിട്ടുള്ള വാർത്ത നേരത്തെ അനൌദ്യോഗികമായിട്ടൊക്കെ വന്നിരുന്നു. നൌഗാമാണല്ലോ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. ഫരീദാബാദിലാണ് ഈ സംഘം ഗൂഢാലോചന നടത്തിയതെങ്കിലും എന്താണ് നമ്മൾ നൌഗാമിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് PR സുനിൽ? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് നൌഗാം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി ഇപ്പോൾ സൈന്യം അടച്ചിട്ടുണ്ട്. ഇവിടെ പരിശോധനകൾ നടത്തുകയാണ്. ഏതായാലും ഇവിടെ നിന്ന് അധികം ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൈന്യമൊക്കെ തന്നെ ഇവിടെ വലിയ സുരക്ഷ ഒരുക്കി കാത്തു നിൽക്കുന്നു. ഏതായാലും നൌഗാമിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത്, പോലീസ് സ്റ്റേഷനകത്ത് ഉണ്ടായ ഈ സ്ഫോടനം അപകടമാണ് എന്നാണ് ജമ്മു കശ്മീർ പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. ഈ ഫരീദാബാദിൽ നിന്ന് കൊണ്ടുവന്ന സ്ഫോടക വസ്തു ഒരു തുറസായ സ്ഥലത്താണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഒരു വാഹനത്തിൽ തുറസായ സ്ഥലത്ത് ആ ഒരു സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ആ ഒരു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പോലീസ് സ്റ്റേഷൻ ആകെ പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഒരു ഭീകര സാന്നിധ്യം ഇതിന് പിന്നിൽ സൈന്യവും അതുപോലെ തന്നെ പോലീസും ഒക്കെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ പരിശോധനകൾ തുടരുകയാണ്. അല്പസമയം മുമ്പ് NSGയുടെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും അതുപോലെ തന്നെ NIA സംഘവും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നുണ്ട്. 9 പേരാണ് ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 28 പേർ പരിക്കുകളോടെ ഇവിടെ ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഏതായാലും ഈ ഫരീദാബാദ് ഈ ഭീകര സംഘത്തെയൊക്കെ തന്നെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങുന്നത് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഈ നൌഗാം പോലീസ് സ്റ്റേഷന്റെ ഇവിടെ ഈ പരിസരത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് പിന്നീട് ജമ്മു കശ്മീർ പോലീസിനെ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലേക്ക് എത്തിക്കുന്നത്. ആ അൽഫല സർവകലാശാലയിൽ പിന്നീട് ഡോക്ടർ മുസമ്മിലിനെ അടക്കം ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഈ ഒരു വലിയ ഭീകരാക്രമണ നീക്കത്തിന്റെയും ഭീകര സംഘത്തിന്റെയും ഒക്കെ തന്നെ ചുരുളഴിയുന്നത്. ഏതായാലും ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ്. ഇവിടെ 350 കിലോ സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ആരെയും ഇപ്പോൾ കടത്തിവിടുന്നില്ല. ഇവിടെ നിറയെ വീടുകളുണ്ട്, സാധാരണ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ 3 പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വീടുകൾ ഇവിടെ തകർന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ. അപ്പോൾ ആ മേഖലയാകെ സൈന്യം വളഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പോകാൻ അനുമതിയുള്ളത്. അതല്ലാത്ത ആരെയും ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നില്ല. ഇപ്പോൾ സൈനികരും അതുപോലെ തന്നെ അന്വേഷണ സംഘവും മാത്രമാണ് ഈ പ്രദേശത്തേക്ക് പോകുന്നത്. ഏതായാലും ഈ പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും തകർന്ന അവസ്ഥയിലാണ്. ഏതായാലും അവിടെ ഇപ്പോൾ അന്വേഷണ സംഘവും വിദഗ്ധരും ഒക്കെ തന്നെ എത്തി ഈ ഒരു സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടക്കുകയാണ്. ഏതായാലും ഒരു ഭീകരാക്രമണ സാധ്യത ഏതായാലും ജമ്മു കശ്മീർ പോലീസ് തള്ളിയിട്ടുണ്ട്. ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത്രയും ആഘാതം ഉണ്ടാകാനുള്ള സ്ഫോടക വസ്തു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെ തുടരുകയാണ്. ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റും ഒപ്പം തന്നെ ഒരു പെട്രോളിയം മിശ്രിതവുമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിശ്രിതമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന ഈ സ്ഫോടക വസ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. തുറസായ സ്ഥലത്താണ് ഈ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നത്. എന്നിട്ട് പോലും ഇത്രയും വലിയ ആഘാതം ഈ സ്ഫോടനത്തിന് ഉണ്ടായി എന്നതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഇവർ തയ്യാറാക്കി വെച്ചിരുന്നത്, മറ്റെവിടെയെങ്കിലും ഇതിന്റെ ബാക്കിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഏതായാലും ഈ ജമ്മു കശ്മീരിലെ ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഫരീദാബാദിലെത്തിയത്. പിന്നീട് അത് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഒരു സ്ഫോടനമായി ഒക്കെ തന്നെ മാറിയത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ഇവിടെ തുടരുകയാണ്.